പുറത്ത് നല്ല തോരാ മഴ, ഭയങ്കര മഴ. അപ്പോഴേ എല്ലാവർക്കുമേ ഭയങ്കര ഇഷ്ടമുള്ള കുറേ സാധനം എൻ്റെ ഫ്രിഡ്ജിനകത്തിലുണ്ടായിരുന്നേ. ഇന്ന് ഞാൻ ഫ്രിഡ്ജിനകത്ത് ഒന്ന് വൃത്തിയാക്കാൻ എടുത്തപ്പോൾ ഞാൻ ഓർത്ത് എന്നാൽ ശരി നിങ്ങളെയും കൂടി കാണിക്കാം, ഒന്ന് കൊതിപ്പിക്കാമെന്ന് ഓർത്ത്. ഇതെന്താണെന്ന് മനസ്സിലായോ? ഇത് പഴുത്തേക്കയാണേ. ഞാൻ ഫ്രീസറിൽ സൂക്ഷിച്ചേക്കുവാണേ. പഴുത്തേക്ക് ചക്കയപ്പം ഉണ്ടാക്കാം, അല്ല നമുക്ക് ചക്ക തിന്നണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതിൽ നിന്ന് എടുത്ത് കഴിക്കാം. പിന്നെ ഇത് പച്ചച്ചക്കച്ചുളയാണേ, ചുളയായിട്ട് എടുത്ത് വെച്ചേക്കുവാണേ. പിന്നെ ഇത് ഞാൻ കാണാൻ പറ്റുന്നുണ്ടോ? ചക്ക നല്ലപോലെ അരിഞ്ഞ് കറിവേപ്പിലയും മഞ്ഞൾപ്പൊടിയും പിന്നെ ഉപ്പില്ല കേട്ടോ, കറിവേപ്പിലയും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഒന്ന് ആവി കയറ്റിയിട്ട് ഫ്രീസറിൽ വെച്ചേക്കുവാണ്. പിന്നെ അടുത്തതാണ് നമ്മുടെ ചക്കക്കുരു ഞാൻ സാധാരണ തോല് കളഞ്ഞിട്ടാണ് പിന്നെ ഫ്രീസ് ചെയ്ത് വെക്കുന്നത്. പക്ഷേ ഈ പ്രാവശ്യം എനിക്ക് കുഞ്ഞുങ്ങളെയും കൊണ്ട് എനിക്ക് തോല് കളയാനുള്ള സമയം കിട്ടാഞ്ഞതുകൊണ്ട് ലാസ്റ്റ് കിട്ടിയ കുറച്ച് ചക്കക്കുരു ഞാനെടുത്ത് ഫ്രീസ് ചെയ്ത്. അത് ഫ്രീസ് ചെയ്യുന്നത് ഡയറക്റ്റ് അല്ല, ആവി കയറ്റിയിട്ടാണ് വയ്ക്കുന്നത്. അപ്പോഴേ നിങ്ങൾക്ക് ഇഷ്ടമായോ? പക്ഷേ ഇന്നെന്തായാലും ചക്ക വേവിക്കുന്നില്ല, കാരണം മീനൊന്നുമില്ലേ. അത് തന്നെ വല്ല ഇത് ഒന്ന് ഫ്രീസറിൽ നിന്ന് ഇതിൻ്റെ തണുപ്പ് മാറണമെങ്കിൽ നല്ല സമയം എടുക്കും. അപ്പോൾ ഇതന്നേരം പഴുത്തയൊക്കെ നൊസ്റ്റാൾജിയ. അപ്പോഴേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിലേ ഒന്ന് വേഗം കമൻറ്റ് ചെയ്തോ. പിന്നെ ഞാനിത് സെയിൽ ചെയ്യാറുണ്ടായിരുന്നു കേട്ടോ, കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കുറേ സെയിൽ ചെയ്തായിരുന്നേ. ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് പ്രത്യേകിച്ച് നമ്മുടെ പ്രവാസികൾ ആയിട്ടുള്ള ആൾക്കാരൊക്കെ വരുമ്പോഴേ അവർക്ക് ചക്ക കിട്ടാത്തൊരു സമയമുണ്ടല്ലോ, ഒരു ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസത്തിലൊക്കെ ചക്ക കിട്ടാത്ത സമയത്ത് എന്നെ കോൺടാക്റ്റ് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതേപോലെ തന്നെ ഫ്രീസ് ചെയ്ത് വെച്ചത് ഞാൻ കൊടുക്കാറുണ്ടായിരുന്നു കേട്ടോ. ഈ പ്രാവശ്യം ഇനി ഇത്രയേ ഉള്ളേ. ഇപ്പോഴത്തേക്ക് ഈ രണ്ടും ഇതും കൂടെ ഉള്ളൂ. ബാക്കിയുള്ള കുറേയൊക്കെ നമ്മുടെ കസിൻസിനൊക്കെ ഗൾഫിലേക്കൊക്കെ കൊടുത്തു വിട്ടു. അപ്പോൾ ഇത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമല്ലേ. ഇന്നെന്തായാലും ഭയങ്കര മഴയൊക്കെയാണ്, പക്ഷേ എന്തായാലും ഇന്ന് ഞാൻ വേവിക്കുന്നില്ല. ഞാൻ ഇനിയേ അടുത്ത ദിവസം ചക്കയൊക്കെ വേവിച്ചിട്ടേ ഉച്ചക്കത്തെ ലഞ്ചും കൊണ്ട് ഞാൻ വരാം കേട്ടോ. വെയിറ്റ് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിലേ ഒന്ന് കമൻറ്റ് ചെയ്യുമോ, ഒന്ന് ലൈക്ക് ചെയ്യണം, പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എന്നെ കാണുന്ന എല്ലാവർക്കും ഹൃദയത്തിൽ നിന്ന് 1000 താങ്ക് യു സോ മച്ച്.